UPA ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വിപ്ലവാത്മകമായൊരു പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 2005 ആ നിയമം കൊണ്ടുവരികയും 2006 നടപ്പിലാക്കുകയും ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് വയനാടും കാസർഗോഡുമാണ് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകൾ. പിന്നീട് 2007 അത് ഇടുക്കിയിലേക്കും 2008 നമ്മുടെ സംസ്ഥാനത്തിലെ മുഴുവൻ ജില്ലകളിലേക്കും അത് വ്യാപിക്കുകയും ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ 22 ലക്ഷം ജനങ്ങൾ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ്. UPA ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ രാജ്യത്തിലെ അടിസ്ഥാന വർഗം ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും ഉപോത്ബലകമായിട്ടുള്ള അടിസ്ഥാന വർഗം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഓരോ വാർഡുകളിലെയും അത്തരം ജനങ്ങൾക്ക് ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളം, അടിസ്ഥാന കൂലി അത് ആ പ്രദേശങ്ങളിലെ കടകളിലേക്കും, പച്ചക്കറി കടയിലും, അത് മത്സ്യം വാങ്ങിക്കുന്ന കടയിലും, പലചരക്ക് കടകളിലും ഒക്കെയും ഇങ്ങനെ ക്രയവിക്രയം ചെയ്യപ്പെടുമ്പോൾ വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നൊരു പദ്ധതി. അത് UPA ഗവൺമെന്റിനെ നമ്മുടെ സംസ്ഥാനത്തെ 2 കക്ഷികളും, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും അത് പിന്തുണച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം പറയാറുണ്ട്, ഇത് ഞങ്ങൾ കൂടി മുന്നോട്ട് വെച്ച പദ്ധതിയാണെന്ന്, നമുക്ക് വകവെച്ച് കൊടുക്കാം. അങ്ങനെ വകവെച്ച് കൊടുക്കാൻ കഴിയുന്ന ആ പദ്ധതി 2014 അധികാരത്തിലേറിയ ശേഷം നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ പദ്ധതിയെ കഴുത്തു ഞെരിച്ച് കൊല്ലുവാനുള്ള ആലോചനകൾ 2014 ആരംഭിച്ചതാ. 2025 ആയപ്പോഴാണ് ഈ നിയമം പാർലമെന്റിൽ പാസ്സാക്കുന്നത്. 2014 ശേഷമുള്ള ഓരോ ബജറ്റുകളും പരിശോധിക്കുമ്പോൾ ആ ബജറ്റുകളിലൊക്കെയും ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തുന്നതില് യാതൊരു താല്പര്യവും നരേന്ദ്രമോദിയുടെ സംഘപരിവാറിന്റെ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. 1 ലക്ഷത്തിന് മുകളിൽ തുക ആവശ്യം വരുന്ന 1 ലക്ഷം കോടി, 1 ലക്ഷമല്ല 1 ലക്ഷം കോടിയേക്കാൾ അധികം തുക ആവശ്യം വരുന്നിടത്ത് 2024 ബജറ്റ് പരിശോധിച്ചാൽ, 2025-26 ബജറ്റ് പരിശോധിച്ചാൽ കേവലം 83,000 കോടി രൂപ മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതിനു മുമ്പുള്ള ഓരോ വർഷത്തെയും പരിശോധിച്ചാൽ അത് 60,000 73,000 ഒരു 90 മുകളിലേക്ക് വന്നിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് മാത്രം 4,000 കോടി രൂപയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടി വരുന്നത്. മാത്രവുമല്ല, ഇത് സാധാരണക്കാരായിട്ടുള്ള ഈ ജനങ്ങളെ, അടിസ്ഥാന വർഗം ജനങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസമില്ലാത്തവരെ, തൊഴിൽ നൈപുണ്യമില്ലാത്തവരെ, ജീവിക്കാൻ മറ്റൊരു വകയുമില്ലാത്ത, പ്രത്യേകിച്ച് ആ നിയമത്തിലെ 2/3 ഭാഗവും സ്ത്രീകൾക്കായിരിക്കണം, വനിതകൾക്കായിരിക്കണം. അങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലെ ഭർത്താവിന്റെ വരുമാനം കൊണ്ടുപോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ള വീടുകളിലെ സഹോദരിമാർക്ക്, ഉമ്മമാർക്ക്, അമ്മമാർക്ക് അവർക്ക് വരുമാനം ലഭിക്കുന്ന, പ്രത്യേകിച്ച് നൈപുണ്യമൊന്നുമില്ലെങ്കിലും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമില്ലെങ്കിലും ആ നാടിന്റെ, ആ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിലും മാത്രമല്ല കാർഷിക മേഖലയിൽ വരെ ഇടപെടാൻ കഴിയുന്ന വിപ്ലവാത്മകരമായിട്ടൊരു പദ്ധതിയാണ് ഈ 10 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച നരേന്ദ്രമോദി ഓരോന്നായി നശിപ്പിച്ചു കളഞ്ഞു. നമുക്കറിയാം, ഈ 2014 മുതൽ 2025 വരെയുള്ള ഓരോ കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോൾ GST നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനങ്ങളെല്ലാം തകർത്തു. ഓരോ സംസ്ഥാനങ്ങൾക്കും തനത് നികുതി സംവിധാനം ഉണ്ടായിരുന്നു. ആ തനത് നികുതി സംവിധാനങ്ങളെല്ലാം തകർത്ത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് നികുതി സംവിധാനം, അതാണ് GST. ഈ GST എന്നോടുകൂടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വരുമാനമില്ലാതെയായി. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് സംസ്ഥാനങ്ങൾക്ക് ഇല്ലാതായത്. ഈ സംസ്ഥാനങ്ങൾ പട്ടിണിയായി. മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് ഈ കുടിശ്ശിക കൊടുക്കാൻ തയ്യാറായിട്ടുമില്ല. മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഈ ചെറുകിട കച്ചവടക്കാരോട് ചോദിക്കണം, GST ഉള്ള ചെറുകിട കച്ചവടക്കാര് 18%, 15%, 16%, 20% വരെയും നികുതി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് GST വന്നു. വേണ്ട ഏറ്റവും അവസാനം ഇപ്പോ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ജോൺ ബ്രിട്ടാസിന്റെ പാലത്തിലൂടെ PM ശ്രീ എന്ന പദ്ധതി ഒപ്പുവച്ചില്ലേ? ആ പദ്ധതിയും നമുക്കറിയാം ഇതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട
ഫണ്ടുകൾ കൊടുക്കാതിരിക്കാൻ, സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാൻ, അവരെല്ലാം സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതിയാണ്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും വിധേന ആ കോടിക്കണക്കിന് രൂപ ലഭിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് അവരുടെ ആശയങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സംഘപരിവാറിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലും നടപ്പിലാക്കാൻ പാകത്തിന് PMC ഒപ്പുവെച്ചത്. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണ സംവിധാനത്തിന് വേണ്ടി ഫെഡറൽ സംവിധാനം, രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ വളരെ കൃത്യമായി 1947 പറയുന്നുണ്ട്, ഒരു ഫെഡറൽ സംവിധാനം. ഈ ഫെഡറൽ സംവിധാനത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ചു നിൽക്കേണ്ടവരല്ല. സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഈ ആവശ്യത്തെ എല്ലാം തകിടം മറിച്ചുകൊണ്ട്, അത്തരം താല്പര്യങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള നയ തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഓരോരോ നിയമങ്ങൾ ഇപ്പോ VBG റാംജി കൊണ്ടുവന്നു. VBG റാംജി, മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിവിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഒന്നാമത് ചേർക്കേണ്ട പേരിലെ മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സമാനതകളില്ലാത്ത സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാത്മാജിയുടെ പേര് വെട്ടിയിട്ട് അവിടേക്കാണ് ഇപ്പോ VMG റാംജി എന്ന പേര് കൊണ്ടുവന്നത്. ഈ VBG റാംജിയുടെ പേര് കൊണ്ടുവരുമ്പോ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന 100 കോടി ജനങ്ങള് ബഹുമാനിക്കുന്ന, ആദരവോടുകൂടി കാണുന്ന, ലോകം നേർക്കുവോളം, ഈ രാജ്യം നേർക്കുവോളം ആദരിക്കുന്ന ബഹുമാന്റെ വ്യക്തിത്വത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ആ പേര് മാറ്റിയിട്ട് പുതിയ പദ്ധതി കൊണ്ടുവന്നു. പേരുമാറ്റം മാത്രമല്ല BJP അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യ ഒട്ടൊക്കെടുത്ത് പരിശോധിച്ചാൽ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ട്. അതുപോലുള്ള മാറ്റം മാത്രമല്ല, നിയമങ്ങളിലും മാറ്റം വരുത്തി. 60:40 ആക്കി. കേന്ദ്ര ഗവൺമെന്റ് 60% കൊടുക്കും, ബാക്കി 40% സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തണം. തൊഴിലുറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞ കാലം വരെയും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചത് 4000 കോടി രൂപയാണ്. അതിന്റെ 40% സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തുന്നത് പറയുമ്പോൾ 1600 കോടി രൂപ. ഓരോ വർഷവും 1600 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തണം. മാത്രമല്ല, ഈ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുക്കാൻ വൈകുമ്പോൾ, തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വൈകുമ്പോൾ ആനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. ആ നഷ്ടപരിഹാരം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ടതാ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ആ നഷ്ടപരിഹാരം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം. 100 ദിവസത്തെ തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനും ആനുകൂല്യങ്ങൾ കൊടുക്കണം. ഞാനൊരു തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആളാണെങ്കിൽ, രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ, എനിക്ക് 100 ദിവസത്തെ തൊഴിൽ കൊടുക്കാൻ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞില്ല എങ്കിൽ ആനുപാതികമായ നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. പക്ഷേ അതിന്റെ പാപഭാരം കൂടി സംസ്ഥാന ഗവൺമെന്റ് തലയിൽ വെച്ചു. സംസ്ഥാനം ആര് ഭരിക്കുന്നില്ല, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളുടെ തലയെ കൊണ്ട് വെച്ചു. അവർക്ക് ശമ്പളം കൊടുക്കാൻ വൈകിയ നഷ്ടപരിഹാരം, അവർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ വൈകിയ നഷ്ടപരിഹാരം, ഇതൊക്കെയും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട പദ്ധതിയാണ്. ആ പദ്ധതിയാണ് സാരമായ മാറ്റം വരുത്തി പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്. 2025 പാർലമെന്റിൽ ഈ ബിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടി പറഞ്ഞു, ഇതിപ്പോ ഇങ്ങനെ പാസ്സാക്കാൻ കഴിയില്ല, ഒരുപാട് ചർച്ച നടക്കണം, അത് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് വിടണം. ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ ചർച്ച നടന്ന് ആ ചർച്ചയിൽ നടന്ന കാര്യങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവരണം, ശേഷം മാത്രമേ പാസ്സാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റി വിടണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും തയ്യാറായില്ല. ഇത് രണ്ടും തയ്യാറാകാതെ ഒറ്റ ദിവസം ബിൽ അവതരിപ്പിക്കുന്നു, അടുത്ത ദിവസം ബില്ല് പാസ്സാക്കുന്നു, പിറ്റേ ദിവസം രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു, പാസ്സാക്കുന്നു. ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി വളരെ വേഗത്തില് അത് ഒപ്പുചേർത്തി ആ ബില്ല് നിയമമാക്കുന്നു. ഒരുപാട് ആനുകൂല്യങ്ങള്, ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ വികേന്ദ്രീകൃതമായിട്ടൊരു സംവിധാനത്തെ തകർത്തത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണെങ്കിലും ഈ പദ്ധതി നടത്തിപ്പ് സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല, അത് പഞ്ചായത്തുകൾക്ക്, വാർഡുകൾക്ക്, ഗ്രാമസഭകളിലേക്ക് വരെയും അധികാരങ്ങൾ പോകുന്ന, ഓരോ വാർഡിലെയും എന്ത് തൊഴിലാണ് എടുപ്പിക്കേണ്ടത്, ഏത് വികസന പ്രവർത്തനങ്ങൾക്കാണ് ഈ തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തേണ്ടത് തീരുമാനിക്കാനുള്ള അധികാരാവകാശം ഗ്രാമസഭക്കുണ്ട്, പഞ്ചായത്തിലുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറിക്കുണ്ട്, പഞ്ചായത്ത് ട്രഷറിനുണ്ട്.
ഇങ്ങനെ വ്യവസ്ഥാപിതമായിട്ടുള്ള വലിയ ലോകോത്തരമായിട്ടുള്ള ഒരു നിയമമാണ്. ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ 22 ലക്ഷം ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യം ഒട്ടക്കം പരിശോധിച്ചാൽ കോടിക്കണക്കിന് സാധാരണക്കാരായ സഹോദരിമാർക്ക് അവരെ മക്കൾ പട്ടിണിയില്ലാതിരിക്കാൻ, അവരുടെ ഉമ്മമാരും അമ്മമാരും പട്ടിണിയില്ലാതിരിക്കാൻ, അവരെ കഴിവനുസരിച്ച് പണിയെടുക്കാൻ കഴിയുന്ന ഒരു നിയമത്തെയാണ്. മാത്രമല്ല കാർഷിക മേഖലയില്, ആ കാർഷിക മേഖലയിൽ കൃഷി സംബന്ധമായിട്ടുള്ള ജോലി നടക്കുന്ന ഏറ്റവും പ്രൈം ടൈം ഉണ്ട്. ആ പ്രൈം ടൈമില് 60 ദിവസത്തേക്ക് ഈ ജോലിക്ക് വേണ്ടി നിയോഗിക്കാൻ പാടില്ല. ട്രോളിംഗ് നിയമമില്ലേ? കടലിലെ ട്രോളിംഗ് നിയമം കൊണ്ടുവരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ പട്ടിണിയാകുന്നു, അതിനേക്കാൾ അപ്പുറമായി പട്ടിണിയാകുന്ന അവസ്ഥയിലേക്ക് കാർഷികമായി ബന്ധപ്പെട്ട, കൃഷിയുമായി ബന്ധപ്പെട്ട, വിളവെടുപ്പിന്റെ ഭാഗമായി ബന്ധപ്പെട്ട, ഞാറുനടന്റെ ഭാഗമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ ഈ തൊഴിലാളികളെ ഉപയോഗിക്കാൻ കഴിയില്ല, അവർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ കഴിയില്ല എന്ന് നിയമത്തിൽ വകവച്ചിരിക്കുക. പിന്നെ എങ്ങനെയാ ഇപ്പൊ 100 എന്നുള്ളത്? ഇപ്പൊ BJP-ക്കാരെ, സംഘപരിവാറുകാരെ ഒക്കെ പറയുന്നുണ്ട് 100 എന്നുള്ളത് ഞങ്ങൾ 125 ദിവസമാക്കി, 100 എന്നുള്ളത് ഞങ്ങൾ 125 ദിവസമാക്കി. ശരിയാണ്, അതിൽ 60 ദിവസം കൊടുക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഏതൊക്കെ വാർഡുകളിലാണ്, ഏതൊക്കെ ഗ്രാമങ്ങളിലാണ്, ഏതൊക്കെ ജില്ലകളിലാണ് ഈ പണി നടത്തേണ്ടതെന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും, നരേന്ദ്രമോദി തീരുമാനിക്കും. BJP-ക്ക് വിളക്കൂറുള്ള, BJP-ക്ക് വളരാൻ കഴിയുന്ന, BJP-ക്ക് ജയിക്കാൻ കഴിയുന്ന, സംഘപരിവാറിന് വിളവെടുക്കാൻ കഴിയുന്ന ഗ്രാമങ്ങളെ നോക്കിയിട്ട് ആ ഗ്രാമങ്ങളില് ഈ തൊഴിലവസരങ്ങൾ കൊടുക്കാനുള്ള ഒരു പദ്ധതിയുടെ, ഒരു ഗൂഢ പദ്ധതിയുടെ ബാക്കി മാത്രമായിട്ടാണ് ഈ പദ്ധതി നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ 11 കൊല്ലമായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഫെഡറൽ സംവിധാനങ്ങളൊക്കെ തകർത്തു. ഏകകക്ഷി ഭരണത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ, പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ മുന്നോട്ടൊരു സാഹചര്യത്തിലാണ് ഇത്തരം നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും രാജ്യവ്യാപകമായി സംഘടിപ്പിക്കേണ്ടത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പഞ്ചായത്ത് ഇലക്ഷനും ബ്ലോക്ക് ഇലക്ഷനും ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനും ഒക്കെയാണ്. പക്ഷേ വെൽഫെയർ പാർട്ടി പറയുന്നു ഇത് സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും അടിസ്ഥാന വർഗം ജനങ്ങളുടെ, രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ ഈ അടിസ്ഥാന വർഗം ജനങ്ങളാണ്. ഈ അടിസ്ഥാന വർഗം ജനങ്ങളുടെ പ്രശ്നങ്ങള്, അവരുടെ വയറിന്റെ പ്രശ്നങ്ങള്, അവരുടെ മക്കളുടെ പ്രശ്നങ്ങള്, അവരുടെ വരുമാനം ലഭിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കണ്ടില്ല തുടങ്ങിയാണ്. 4000 കോടി രൂപ ഈ സംസ്ഥാനത്തേക്ക് ലഭിക്കേണ്ടത്, അത് 22 ലക്ഷം ജനങ്ങളിലേക്ക് എത്തേണ്ടത്. ആ 22 ലക്ഷം ജനങ്ങളിലൂടെ 4000 കോടി രൂപ ഈ കാണുന്ന കടകളിലേക്ക്, മത്സ്യക്കടയിലേക്കും പച്ചക്കറി കടകളിലേക്കും മരുന്നുശാലകളിലേക്കും വൈദ്യശാലകളിലേക്കും പോകേണ്ട പണം ഇങ്ങനെ ക്രയവിക്രയം ചെയ്യപ്പെടുമ്പോ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വളരെ ശക്തിയുക്തമായിട്ടുള്ള പദ്ധതിയെ അത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്നു. 1991 അതിന് തുടക്കം ആരംഭിച്ചു. നരസിംഹറാവു രാജ്യം ഭരിക്കുമ്പോൾ 2 നിയമങ്ങൾ, നെഹ്റുവിന്റെ പേര് നിയമം കൊണ്ടുവന്നു, അയ്യങ്കാളിയുടെ പേര് വേറെ നിയമമുണ്ട്. ഈ നിയമമെല്ലാം കൊണ്ടുവന്നെങ്കിലും ആ നിയമത്തിലെ ദൂഷ്യവശങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഈ സംസ്ഥാനത്തിലെ, ഈ രാജ്യത്തിലെ അടിസ്ഥാനവർഗം ജനങ്ങളുടെ താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ട് അന്ന് BJP ഒഴികെയുള്ള ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയെ ബഹുമാനിക്കുന്ന, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും മണികളും ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഈ പദ്ധതി. ഈ പദ്ധതിയെ അട്ടിമറിക്കുവാനുള്ള ഏതൊരു നീക്കത്തെയും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തെരുവിൽ ചോദ്യം ചെയ്യും. സാധാരണക്കാരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തെരുവിൽ ചോദ്യം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.